രണ്ട് പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. രാധാകൃഷ്ണനെല്ലാം തന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് വിശദമായി നിങ്ങളോട് പ്രതിപാദിക്കുകയുണ്ടായിരുന്നു. എന്താണ് കവിത എന്ന് ചോദിച്ചാൽ എന്തല്ല കവിത എന്നാണ് നാം തിരിച്ചു ചോദിക്കേണ്ടത്. ഈ ഇടക്കാലത്ത് കവിതയ്ക്കൊരു അപജയം സംഭവിച്ചു. സോഷ്യൽ മീഡിയയുടെ ധാരണകയറ്റം. പക്ഷെ വളരെ വേഗത്തിൽ നമ്മുടെ കവി സമൂഹം കവിതയുടെ ഗാംഭീര്യവും അതുപോലെ തന്നെ അതിന്റെ മേന്മയും എല്ലാം തന്നെ തിരിച്ചു പിടിക്കാൻ അവർ എത്തിച്ചു. അത് സാധിക്കുകയും ചെയ്തു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ബഷീർ മാസ്റ്റർ ഒരു മാതൃകാ അധ്യാപകൻ മാത്രമല്ല, അദ്ദേഹം മാനവികതയുടെ വക്താവ് കൂടിയാണ്. പ്രസിദ്ധ കവയത്രി മുസാഫ്രീസം പറഞ്ഞിട്ടുണ്ട്, ഒരു അഫ്ഗാനിസ്ഥാനിൽ പോകുമ്പോൾ, ഒരു കവി സമ്മേളനത്തിനായി പോകുമ്പോൾ അവിടുത്തെ ബാനർ എങ്ങനെയായിരുന്നു മാനവികതയുടെ വക്താക്കൾക്ക് സ്വാഗതം എന്നാണ്. ബഷീറിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് സാഹിത്യ രംഗത്ത് മാത്രമല്ല പ്രവർത്തിക്കുന്നത് സജീവമായി രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും വളരെ മികച്ച നിലയിൽ വ്യത്യസ്തമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കവിതകൾ കൃതിയിലുള്ള 2-3 അവതരിപ്പിക്കുകയാണ്. എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ യാത്രികന്റെ ഡയറി എന്ന പുസ്തകത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മാനവികതയുടെ വക്താക്കൾക്ക് മാത്രമേ സാഹിത്യ രംഗത്ത് നിലനിൽക്കും. ഏത് രംഗത്തായാലും ശരി, സാംസ്കാരിക രംഗത്തായാലും ശരി, സാമൂഹ്യ രംഗത്തായാലും ശരി, അതിനോടുള്ള പ്രതിബദ്ധത അദ്ദേഹത്തിന് വളരെ കൂടുതലാണ്, നിഷ്കർഷത. തീർച്ചയായും അദ്ദേഹം വളരെ വിശാലമായി ചിന്തിക്കുകയും കവിതകളായി രൂപപ്പെടുത്തുകയുമാണ് ഈ പുസ്തകത്തിൽ ചെയ്തിട്ടുള്ളത്.